കേരളത്തെ അറിയിക്കാതെ തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. സ്പിൻവേയുടെ പണികളും പെയിന്റിംഗ് പണികളുമാണ് അണക്കെട്ടിൽ തകൃതിയായി നടക്കുന്നത്. കേരളത്തെ അറിയിക്കാതെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് സർക്കാർ വീണ്ടും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. പൂർണ്ണമായും കേരളത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനം കേരളത്തെ അറിയിക്കണമെന്നതാണ് ചട്ടം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നടക്കുന്നത്. സ്പിൽവേയിലെ അറ്റകുറ്റപ്പണികളും അണക്കെട്ടിലെ പെയിന്റിംഗ് ജോലികളുമാണ് പുരോഗമിക്കുന്നത്. 20 തൊഴിലാളികളെയാണ് പ്രവർത്തികൾക്കായി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ പ്രവർത്തികളെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ നാളിതുവരെ കേരളത്തെ ഒന്നും അറിയിച്ചിട്ടില്ല. അണക്കെട്ടിലെ ദുർബല പ്രദേശങ്ങളുണ്ടായ ചോർച്ച സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്താനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നടത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കുറഞ്ഞതിനാൽ അറ്റകുറ്റപ്പണികൾ എളുപ്പത്തിൽ തീർക്കാനാവും എന്നതാണ് തമിഴ്നാട് അധികൃതരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ആശങ്ക വിട്ടുമാറാത്ത മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും ആശങ്ക അറിയിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ്. ആശങ്ക പരിഹരിക്കാനാകാത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാരെന്ന് ജോസഫ്. രാഷ്ട്രീയ പരിഹാരം എന്ന കേരളത്തിന്റെ നിർദ്ദേശം UPA സർക്കാരിനെന്ന പോലെ NDA സർക്കാരും അവഗണിച്ചെന്നും പി ജെ ജോസഫിന്റെ തുറന്നു പറച്ചിൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേരളത്തെ അറിയിക്കാതെയാണ് തമിഴ്നാട് സർക്കാർ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച ഘട്ടത്തിലാണ് അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് വീണ്ടും പ്രതികരിച്ചത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇത്രയും പഴക്കമുള്ള ഒരു ഡാമിൻ്റെ അപകട ഭീഷണി ഇപ്പോഴും ഉണ്ട്. കാരണം ഈ 120 കൊല്ലം പഴക്കമുള്ള ഡാം എത്ര കാലം നിൽക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ ആശങ്ക ഉണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് കഴിയാത്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. UDF സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ കഴിഞ്ഞ UPA സർക്കാരും ഇപ്പോഴത്തെ NDA സർക്കാരും തയ്യാറാകുന്നില്ല എന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അകത്ത് ഇടപെടണമെന്ന് കാണിച്ച് പലവട്ടം അഖിലകക്ഷി നിയമ സംഘമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഒന്നും ആ നിലയിൽ ഇടപെടാൻ തയ്യാറായിട്ടൊരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻ്റാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അവരതിന് വഴങ്ങുന്നില്ല. ഒരു പിടിവാശിയായിട്ട് നിൽക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ്. 35 ലക്ഷം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിഷയത്തിൽ തുടക്കം മുതൽ കേരള സർക്കാർ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഒത്തുതീർപ്പിന് കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുന്നില്ല എന്ന പരിഭവവും പി ജെ ജോസഫിനുണ്ട്. കേവലം വോട്ട് രാഷ്ട്രീയത്തിന് തമിഴ്നാടും കേന്ദ്ര സർക്കാരും ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ജീവനാണ് പ്രാധാന്യമെന്ന് ജോസഫ് രാഷ്ട്രീയം മറന്നു പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇപ്പോൾ VS സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലേക്ക്. 78 ഏക്കറും എറണാകുളത്ത് കടമക്കുടിയിൽ 47 ഏക്കറും വയൽ നികത്താൻ നൽകിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഉത്തരവ് പിൻവലിച്ചതായാണ് അറിയുന്നത്. കൈയോടെ പിടിക്കപ്പെട്ട് സ്വയം അഭാസ്യരായതിനെ തുടർന്നാണ് ഈ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇതുപോലെ നിരവധി ഉത്തരവുകളിലൂടെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വോട്ട് ലക്ഷ്യം വെച്ച് ദാനം ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ ഉത്തരവുകളും അടിയന്തരമായി റദ്ദ് ചെയ്യണം. വൈക്കത്തിനടുത്ത് ചെമ്പിൽ 150 ഏക്കർ നിലം മുഖ്യമന്ത്രിയുടെ പഴയ ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തർക്ക് വേണ്ടി പതിച്ചു നൽകിയിരിക്കുകയാണ്. ഇതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിൻ്റെ മണ്ഡലമായ കോന്നിയിൽ ജാതിമത സംഘടനകളെ പ്രീണിപ്പിക്കാൻ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നു എന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മാർച്ച് 4-ന് 10 ഉത്തരവുകളിലായി 18 ഏക്കറോളം ഭൂമിയാണ് പതിച്ചു നൽകിയിരിക്കുന്നത്. മലങ്കര കത്തോലിക്ക പള്ളി, ഓർത്തഡോക്സ് പള്ളി, ബഥേൽ മാർത്തോമ സഭ, കത്തോലിക്ക സഭ, പത്തനംതിട്ട ഭദ്രാസനം, കോന്നി SNDP 1182 നമ്പർ ശാഖായോഗം, തണ്ണിത്തോട് SNDP 1421 നമ്പർ ശാഖായോഗം, അടൂർ കുറുമ്പങ്കര NSS കരയോഗം എന്നിവയ്ക്കാണ് 18 ഏക്കറോളം ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ന് ഇറക്കിയ ഉത്തരവ് പ്രകാരം ഇടുക്കിയിലെ ഹോപ്പ് പ്ലാന്റേഷൻസ്
724 ഏക്കർ ഭൂമിയെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്നൊഴിവാക്കി നൽകി. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമിയാണ് ഇത്. കേരളത്തിലെ പാവപ്പെട്ടവരും ഭൂരഹിതരുമായ ആളുകൾക്ക് ലഭിക്കേണ്ട നൂറുകണക്കിന് കോടി രൂപ വിലയുള്ള ഭൂമിയാണ് സർക്കാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രമാണിമാർക്കും വൻകിടക്കാർക്കും എഴുതി കൊടുത്തിരിക്കുന്നത്. സമാനമായ ഭൂമിദാനത്തിൻ്റെ പല ഉത്തരവുകളും ഇനിയും പുറത്തു വരാനുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ ഈ കേരള സംസ്ഥാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഉമ്മൻചാണ്ടിയും കൂട്ടരും സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും പതിച്ചു നൽകിയിരിക്കുന്നു എന്നറിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. പണ്ട് കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് കരം ഒഴിവായി ഭൂമി പതിച്ചു നൽകുന്നത് പോലെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട ഭൂമി തോന്നിയതുപോലെ വൻകിടക്കാർക്ക് നൽകുന്നത്. വലിയ പ്രമാണിമാരെയും ജാതിമത സമുദായ പ്രമാണിമാരെയും പ്രീണിപ്പിച്ച് വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. ഇനി ഒരിക്കലും കേരളത്തെ കൊള്ളയടിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും അവസാനത്തെ പോക്കിൽ കടും വെട്ടുവെട്ടുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കണ്ണായ പല പ്രദേശങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകി കേരളത്തിൻ്റെ തല തന്നെ വെട്ടി ഇരിക്കുന്നത്. സാധാരണഗതിയിൽ ഭൂമി പതിച്ചു നൽകുന്നതിന് അതാതിടങ്ങളിൽ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റികളുണ്ട്. അവർ പരിശോധിച്ച് ഗുണഭോക്താക്കളുടെ അനിവാര്യത ബോധ്യപ്പെട്ടതിന് ശേഷം വേണം ഭൂമി പതിച്ച് നൽകാൻ. അതുതന്നെ ഭൂരഹിതർക്ക് ആവുകയും വേണം. ഇവിടെയാകട്ടെ സമ്പന്നന്മാരും വലിയ ആസ്തിയുള്ളവരുമായ ആളുകൾക്കും സംഘടനകൾക്കുമാണ് ഭൂമി അനധികൃതമായി നൽകിയിരിക്കുന്നത്. ഇതിൽ പലരുടെയും അപേക്ഷകൾ പോലും ഇല്ലാതെയാണ് നൽകിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, കായലുകളും പുഴയോരങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഇങ്ങനെ തീരെഴുതി നൽകി കേരളത്തിൻ്റെ പരിസ്ഥിതിയെപ്പോലും അപകടപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇവിടുത്തെ പൊതുഭൂമി ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള സാധാരണക്കാർക്കും ഭൂരഹിതർക്കും ഭൂമി പതിച്ച് നൽകുമെന്ന വാഗ്ദാനം സർക്കാർ നടപ്പിലാക്കിയില്ല. അതിന് പകരം സമ്പന്നർക്ക് സർക്കാർ ഭൂമി പതിച്ച് നൽകിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവർ ആർക്കെങ്കിലും പതിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് അടുത്തൊരു ഭരണം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ കൈക്കൊണ്ട ഇത്തരം അന്യായമായ ഭൂമിദാനം ഉൾപ്പെടെയുള്ള അനധികൃത നടപടികൾ മുഴുവൻ ഉടൻ റദ്ദ് ചെയ്യണം. അല്ലാത്തപക്ഷം അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. എൻ്റെ കോപ്പിയെല്ലാം കൊടുത്തോ ഇവർക്ക്? ഇതുവഴി നിങ്ങൾ വഴി അറിയും. അത് ഇപ്പോൾ ഒന്നും അറിയില്ല, ചോദിക്കുമ്പോഴെല്ലാം അങ്ങനെ സംഭവിച്ചോ, ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. അന്വേഷണമൊന്നും ഇവരെ വഴി നടത്തിയാൽ ഒന്നും ശരിയായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ പറ്റിയുള്ള മുൻവിധി ഇവരതൊന്നും ചെയ്യാൻ പോണില്ല. അപേക്ഷ പോലും മേടിക്കാത്ത ആളുകൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തിരിക്കുക. എനിക്ക് 50 ഏക്കർ വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കണ്ടേ? അതുപോലും ചെയ്യാതെ ചെയ്തിരിക്കുക. ശരി, കോപ്പി കിട്ടിയല്ലോ. ശരി. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ സർക്കാർ ഭൂമി സ്വന്തക്കാർക്ക് പതിച്ചു നൽകുന്നു. പാവങ്ങളുടെ ഭൂമിയാണ് സ്വന്തക്കാർക്ക് ഉമ്മൻചാണ്ടി പതിച്ചു നൽകുന്നത്. സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലം പോലും പതിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണെന്നും VS പറയുകയുണ്ടായി.
നമസ്കാരം.